ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബോർഡ് കിട്ടില്ല മോളെ? റെസ്പോണ്ട് ചെയ്തേ ആമന. അമിന, ബോർഡ് ഓക്കെ അല്ലേ? ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ആംഗിൾ 2x ഫോർമുലാസ് അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ആംഗിൾ 2x ഇൻ ടേംസ് ഓഫ് എക്സ്, അത് ഏതൊക്കെ പറഞ്ഞു അമിന? സൈൻ 2x. സൈൻ 2x. ഓക്കെ, സൈൻ 2x രണ്ട് ഫോർമുല പറഞ്ഞു. അത് നമ്മൾ ശരിയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് കാണിച്ചില്ലായിരുന്നോ? ഇല്ല, അത് എഴുതിയുള്ളൂ. സൈൻ 2x രണ്ട് ഫോർമുല എഴുതി. ഞാൻ ചോദിക്കണം, എന്നിട്ട് ആംഗിൾ ഇരട്ടിയാക്കുമ്പോൾ അത് ശരിയാകുന്നു, അല്ലെങ്കിൽ ആംഗിൾ പകുതി എടുക്കുമ്പോൾ ശരിയാകുന്നു എന്നുള്ളത് ചെയ്ത് കാണിച്ചിരുന്നോ? അത് ടാനിന്റെ കാണിച്ചില്ല. ടാനിന്റെ കാണിച്ചില്ല. സൈനിന്റെ നമ്മൾ ചെക്ക് ചെയ്തു. നമുക്ക് ടാനിന്റെ ഏതായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയാണെങ്കിൽ കേട്ടോ. സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ്. ഏതാണ് ഫോർമുല ഇത്? സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് അല്ലേ? സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ദെൻ this is equal to 2 tan x by 1 plus tan square x. അല്ലെ, ഈ രണ്ട് ഫോർമുലയിലേ നമ്മളൊന്ന് എഴുതി നിർത്തിയേക്കണത്? ഓക്കെ ഓക്കെ, 1 plus tan square x. നമുക്ക് വേറൊരു കാര്യം നോക്കാം, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരെണ്ണം കാണിച്ചു തരാം. സൈൻ 90 ശ്രദ്ധിച്ചോളൂ കേട്ടോ. സൈൻ 90 ഈക്വൽ ടു എന്ത് വരും റേഞ്ചിലെ? സൈൻ 90 1. സൈൻ 90 ഈക്വൽ ടു 1 ആണ്. ഈ 90നെ ഞാൻ സൈൻ 2 ഇൻറ്റു 45 എന്നാക്കി കേട്ടോ. 2 ഇൻറ്റു 45. എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഏതെടുത്താലും ശരിയാവും. 90ക്ക് പകരം 2 ഇൻറ്റു 45 എന്നാക്കി. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു, ഈ രണ്ടാമത്തെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ആ രണ്ടാമത്തെ ഫോർമുലക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? എങ്ങനെ ഒരു എമിനെ രണ്ടാമത്തെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സർ 2 tan x അല്ലേ? രണ്ടാമത്തെ ഫോർമുല എഴുതിയേക്കണാണ് സൈൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. സൈൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. നമുക്കിപ്പോൾ ചെയ്യേണ്ടത് സൈൻ 90 ആണ് കണ്ടുപിടിക്കേണ്ടത്. 90നെ ഞാൻ 2 ഇൻറ്റു 45 ആക്കി. സൈൻ 2x, ഇവിടെ x 45 ആയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2 tan 45 1 plus 45 square. 2 tan 45 by 1 plus tan square 45. ഓക്കെ, ടാൻ സ്ക്വയർ 45. ടാൻ സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ ടാൻ 45ന്റെ സ്ക്വയർ എന്നാണ് അർത്ഥം കേട്ടോ. ടാൻ സ്ക്വയർ 45 എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ടാൻ സ്ക്വയർ 45 എന്ന് എഴുതാം, അല്ലെങ്കിൽ ടാൻ 45 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. ശരി, നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്ത് വരും? ടാൻ 45. ടാൻ 45ന്റെ വാല്യൂ എത്രയാണ് തോമസേ? തോമസേ പെട്ടെന്ന് പറഞ്ഞേ. 1. ടാൻ 45 ഈക്വൽ ടു 1 ആണ്. 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് വീണ്ടും ടാൻ 45 1 കേട്ടോ. 1ന്റെ സ്ക്വയർ എടുത്താലും 1 വരും. 2 ഇൻറ്റു 1 2. 2 ഇൻറ്റു 1 2 വരും. താഴെ 1 പ്ലസ് 1 2 വരും. 2/2. 2 ഇൻറ്റു ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2/2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ സൈൻ 90 ഈക്വൽ ടു 1. ഈ സൈൻ 91നെ നമ്മൾ സൈൻ 2 ഇൻറ്റു 45 കേട്ടോ, അതായത് ആംഗിൾ പകുതിയാക്കി. ഇതേ ഇവിടെ 45ന്റെ ആംഗിളിന്റെ ടേംസിലാണ് കണ്ടുപിടിച്ചേക്കണേ. 90നെ അതിന്റെ നേർ പകുതിയായ 45 കേട്ടോ. അതായത് ആംഗിൾ 2x ആണെങ്കിൽ അതിന്റെ പകുതിയായ എക്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഫോർമുല എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഓഫ് ആംഗിൾ 2x. നമ്മുടെ ഹെഡിങ് അതാണ് കേട്ടോ, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഓഫ് ആംഗിൾ 2x.
ഇൻ ടേംസ് ഓഫ് എക്സ്. അപ്പൊ ആംഗിളിനെ പകുതിയാക്കിക്കൊണ്ട് ഇപ്പൊ ആംഗിൾ 90 ആണെങ്കിൽ 45ന്റെ ടേമിൽ എങ്ങനെ ആൻസർ എഴുതാം? ആംഗിൾ 60 ആണെങ്കിൽ 30ന്റെ ടേമിൽ എങ്ങനെ ആൻസർ എഴുതാം? ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ 25ന്റെ ടേമിൽ എങ്ങനെ ആൻസർ എഴുതാം? അങ്ങനെ തന്നിരിക്കുന്ന ആംഗിളിനെ നേർ പകുതിയാക്കിക്കൊണ്ടുള്ള റിസൾട്ടുകളാണ് ഈ തന്നിരിക്കുന്നത്. ഞാനിപ്പോ ഈ ആദ്യത്തെ റിസൾട്ട് സൈനിന്റെ റിസൾട്ട് മാത്രം ശരിയാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ചു തന്നതാണ് കേട്ടോ. ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എക്സാമ്പിൾ ഒക്കെ എടുത്ത് നോക്കിയത്. അടുത്ത റിസൾട്ടുകൾ നമ്മൾ ഇങ്ങനെ എക്സാമ്പിൾ എടുത്ത് കാണിക്കില്ല കേട്ടോ. ആദ്യത്തെ റിസൾട്ട് ഇന്നലെ കാണിച്ചിരുന്നു. sin 2x = 2 sin x cos x. sin 2x = 2 sin x cos x കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് ഇതുപോലെ എക്സാമ്പിൾ എടുത്ത്. ദെൻ ഇപ്പോൾ ടാനിന്റെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തൊന്നും എഴുതണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെയാണ് ഈ സംഭവം വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത റിസൾട്ടിലേക്ക് പോകാം. അടുത്ത റിസൾട്ട് cos 2x ആണ് കേട്ടോ. റിസൾട്ട് എഴുതിക്കൊള്ളുക. ഇനി നമ്മൾ ശരിയാണെന്ന് കാണിക്കുന്നില്ല കേട്ടോ പിള്ളേരെ. അടുത്തോട്ട് ശരിയാണെന്ന് കാണിക്കുന്നില്ല, റിസൾട്ട് മാത്രം ഓർത്തിരിക്കുക. cos 2x = എഴുതിക്കൊള്ളുക കേട്ടോ. cos 2x = cos square x minus sin square x. cos 2x = cos square x minus sin square x equal to 2 cos square x minus 1 അല്ലെങ്കിൽ 1 minus 2 sin square x അല്ലെങ്കിൽ 1 minus tan square x by 1 plus tan square x. 4 റിസൾട്ട് ഉണ്ട് കേട്ടോ. 1 minus tan square x plus 1 plus tan square x. cos 2x = cos square x minus sin square x. cos 2x = cos square x minus sin square x അല്ലെങ്കിൽ 2 cos square x minus 1 അല്ലെങ്കിൽ 1 minus 2 sin square x അല്ലെങ്കിൽ 1 minus tan square x by 1 plus tan square x. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് കേട്ടോ ഏത് ഫോർമുലയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ എല്ലാ ഫോർമുലയും കറക്റ്റ് ആണ്. cos 2x പകരം ഈ 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടതനുസരിച്ച് പ്രൂവ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. നമുക്ക് ആൻസർ കിട്ടേണ്ടതനുസരിച്ചാണ് നമ്മൾ ഏത് ഫോർമുല വേണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കി മക്കളെ. cos 2x = cos square x minus sin square x. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, എഴുതണമെന്നില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ് sin square x plus cos square x = 1. sin square x plus cos square x = 1 അല്ലെ? sin square x plus cos square x = 1 നമ്മൾ മിക്കവാറും ട്രിഗണോമെട്രിക് അകത്ത് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ്. കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കുന്ന ഫോർമുലയാണ്. ഇതിനകത്തുനിന്ന് ഈ sin square x പകരം നമുക്ക് എന്ത് എഴുതാൻ നോക്കി? 1 minus cos square x എഴുതാൻ പാടില്ലേ? sin square x നിങ്ങൾ ചുമ്മാ കണ്ടിരുന്ന മാത്രം മതി കേട്ടോ, എഴുതണമെന്നില്ല. sin square x പകരം 1 minus cos square x എന്ന് എഴുതാം. ഈ ആദ്യത്തെ ഫോർമുലയ്ക്കകത്ത് കേട്ടോ, അതായത് cos 2x = cos square x minus sin square x. ഇതിനകത്ത് cos square x മൈനസ് ഈ sin square x പകരം നോക്കി രണ്ടാമത്തേനകത്ത് അതായത് cos 2x = ഇപ്പൊ ഞാൻ എഴുതുന്നത് കേട്ടോ, cos 2x = 2 cos square x minus 1. ആദ്യത്തെ ഫോർമുലയ്ക്കകത്ത് cos square x minus sin square x ാണ്, രണ്ടും ഉണ്ട്. cos 2x = cos square x minus sin square x. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. cos square x minus sin square x അവിടെ രണ്ടിന്റെയും ടേമിലാണ് വന്നേക്കണേ, കോസും സൈനും ഉണ്ട്. ഇനി രണ്ടാമത്തെ ഫോർമുലയ്ക്കകത്ത് കോസ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കൊള്ളുക. ഇവിടെ ഈ ആദ്യത്തെ ഫോർമുലയ്ക്കകത്തെ sin square x പകരം 1 minus cos square x എന്ന് കൊടുക്കും. ആദ്യത്തെ ഫോർമുലയ്ക്കകത്തെ sin square x പകരം 1 minus cos square x എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ cos square x minus
1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നായി. ഇതെന്ത് വരും? എന്ത് വരും ഗൗരി? ഇത് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സൈൻ സ്ക്വയർ എക്സ്. ഈ സൈൻ സ്ക്വയർ എക്സിനെ ഒഴിവാക്കി, സൈനിനെ ഒഴിവാക്കിയിട്ട് വീണ്ടും കോസിന്റെ ടൈമിലാക്കി. സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1. ആ അത് ബ്രാക്കറ്റിന്റെ അകത്തേക്ക് ഇൻറ്റു ചെയ്യണ്ടേ? അപ്പൊ എന്ത് വരും പറഞ്ഞോ? അപ്പൊ പുറത്തുള്ള കോസ് സ്ക്വയർ എക്സ് അതുപോലെ എഴുതി. മൈനസ് 2 കോസ് സ്ക്വയർ മൈനസ് 2 കോസ് കോസ് സ്ക്വയർ സ്ക്വയർ എക്സ് മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1. ഇൻഡു കൊണ്ട് എവിടെ നിന്നാ വന്നേ? അല്ല, അത് മൾട്ടിപ്ലൈ ചെയ്യില്ല അകത്തേക്ക്. അകത്തേക്ക് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? കോസ് സ്ക്വയർ എക്സ് കൊണ്ട്. കോസ് സ്ക്വയർ എക്സ് കഴിഞ്ഞിട്ട് മൈനസ് അല്ലേ കൊടുത്തേക്കണേ? ഇൻഡു എന്നാണ് ഇവിടെ കൊടുത്തേക്കണത്. അല്ല, മൈനസ്. പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണേ? ഇൻഡു കൊടുത്താലല്ലേ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. 2 കോസ് സ്ക്വയർ എക്സ് വരൂ. എനിക്ക് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നെ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എന്തൊരു സംശാദേ? അറിയില്ല സാർ, എനിക്ക് മനസ്സിലായില്ലത്. എടാ, ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ എഴുതാം? അതിനകത്ത് എന്താ മനസ്സിലാവാനുള്ളത്? നിനക്ക് എന്താ അതിനകത്ത് മനസ്സിലാവാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. നിനക്ക് എന്താ മനസ്സിലാവാത്തത്? മനസ്സിലാക്കി പോയാൽ മതിയോ? ബ്രാക്കറ്റ് എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായില്ല. എടാ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അത്ര എനിക്ക് ഞാനിപ്പോ പറയുള്ളൂ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഒഴിവാക്കി അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിനക്ക് മനസ്സിലായോ? അത് മനസ്സിലായി. ശരി, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്നാ വെച്ചാൽ ചെയ്ത് ഒറ്റ ടേമാക്കി മാറ്റി എഴുതണം. അത് പരമാവധി സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഇനി അത്രേ ചെയ്യാനുള്ളൂ. ഇതൊന്നും ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമേ എന്റെ കടമയുള്ളൂ. ബാക്കിയൊന്നും ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ. ശരി, നോക്കട്ടെ. അടുത്ത ആള് എന്ത് ചെയ്യാ സന? മൈനസ് കോസ് എക്സ് എന്നാവൂലേ? ഇവിടെ ഞാൻ ആദ്യത്തെ കോസ് സ്ക്വയർ എക്സ് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനിയുള്ള ഈ ടേമുകൾക്ക് എന്ത് സംഭവിക്കും? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാനിപ്പോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ടേമുകൾക്ക് എന്ത് സംഭവിക്കും? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ളത് കോസ് എക്സ് ആവൂലേ? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സ്ക്വയറിനെ മൈനസ് ചെയ്യണ്ടേ? മറ്റേ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് പറഞ്ഞാൽ കോസ് എക്സ് ആണോ? എനിക്കറിയില്ല നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത്. എനിക്ക് യാതൊരു പിടുത്തവും കിട്ടണില്ല. ഈ ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതും? അത്ര എന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ. അനന്തു? മൈനസ് ഇൻറ്റു പ്ലസ് 1 ചെയ്യണം. അപ്പൊ എത്ര വരും? -1 കിട്ടും. -1 കിട്ടും. -1 ഇവിടെ മൈനസ് ആണ്. ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. മൈനസ് എന്ന് പറഞ്ഞാൽ -1 എന്ന് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് അത് ഇത്ര നാളായിട്ടും അറിയില്ല അല്ലെ? മൈനസ് എന്ന് പറഞ്ഞാൽ -1. -1 × 1 -1. അടുത്ത് പറഞ്ഞടാ. പിന്നെ മൈനസും കോസ് സ്ക്വയർ എക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും പ്ലസ് ആവും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് കൂട്ടിക്കേ. കോസ് സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും ആഡ് ചെയ്യുമ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് വരും. 2 കോസ് സ്ക്വയർ എക്സ് -1. അങ്ങനെയാണ് ഇത് ഈ രണ്ടാമത്തെ ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് രണ്ടാമത്തെ ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്ന മാർഗം അതാണ്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ആ സൈൻ സ്ക്വയർ എക്സിനെ ഇൻ ടേംസ് ഓഫ് കോസ് സ്ക്വയർ എക്സ് ആക്കും. സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ ഫോർമുലയിലേക്ക് എത്തിച്ചേരും. ഇതുപോലെ തന്നെയാണ് കേട്ടോ മൂന്നാമത്തെ ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തെ ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്ന മാർഗം എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. മൂന്നാമത്തെ ഫോർമുലയിലേക്ക് വരുന്നതാണ്. നമ്മുടെ ആദ്യത്തെ റിസൾട്ട് ഇതാ, ഞാൻ താഴെ എഴുതാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ്
cos 2x equal to cos square x minus sin square x. Cos 2x equal to cos square x minus sin square x. നമുക്കത് സൈൻ്റെ ടേമിൽ കിട്ടണം. സൈൻ്റെ ടേമിൽ കിട്ടണമെങ്കിൽ ഈ കോസിനെ ഒഴിവാക്കണം. ഈ മൂന്നാമത്തെ റിസൾട്ടിനകത്ത് സൈൻ മാത്രമേ ഉള്ളൂ. സൈൻ കിട്ടണമെങ്കിൽ കോസിനെ ഒഴിവാക്കണം. അപ്പോൾ ഈ കോസിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? കോസിനെ സൈനിന്റെ ടേമിലേക്ക് മാറ്റണം. എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം ഷാമിനെ? കോസ് സ്ക്വയർ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? കോസ് സ്ക്വയർ എക്സ് എന്നാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കിട്ടേണ്ട ആൻസറിനകത്ത് സൈൻ മാത്രമേ ഉള്ളൂ. 1 - 2 sin square x. കിട്ടേണ്ട ആൻസറിൽ കോസ് ഇല്ല. 1 - 2 sin square x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇൻറ്റു ടെക്നിക്കിലേക്കാണ് എത്തിച്ചേരേണ്ടത്. cos 2x equal to cos square x minus sin square x ആണെന്നറിയാം. ആൻസറിനകത്ത് സൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോസിനെ ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കാം കോസ് സ്ക്വയർ എക്സിനെ? അല്ലെങ്കിൽ അതിന് പകരം എന്തെഴുതാം? 1 minus sin x. 1 minus 1 minus 2 sin square x. 1 minus 2 sin square x. അപ്പൊ പിന്നെ കോസ് സ്ക്വയർ എക്സിന് ഒരു 1 - 2 sin square x ഉണ്ട്. അപ്പൊ വീണ്ടും ഒരു sin square x കുറയ്ക്കാനുണ്ട്. അപ്പൊ 1 - 3 sin square x അവരോട് ആൻസർ തെറ്റിയില്ലോ. കോസ് സ്ക്വയർ എക്സിന്റെ റിസൾട്ട് എന്താണ്? കോസ് സ്ക്വയർ എക്സിന് പകരം എന്ത് കൊടുക്കാം? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കാലത്ത് എണീറ്റിരിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ട്രിഗണോമെട്രി അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഫോർമുലാസ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. ഒരു കാര്യത്തിന്റെ തന്നെ പല ഫോർമുലാസ് നിങ്ങൾ പഠിക്കും. അത് എന്തിനാ എല്ലാം പഠിക്കണമെന്ന് വെച്ചാൽ ചിലത് കൊടുത്താലേ പ്രൂവ് ദാറ്റ് അതിന്റെ ആൻസർ കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് എത്തണമെങ്കിൽ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെ കൊടുക്കണം. അത് ഏതാന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. കോസ് സ്ക്വയർ എക്സിന് എന്ത് കൊടുക്കാം? സൈന്റെ ടേമിലേക്ക് മാറ്റണം. മൈനസ് സൈൻ സ്ക്വയർ എക്സ്. കോസ് സ്ക്വയർ എക്സിന് പകരം മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഒന്നുകൂടെ പറഞ്ഞേ. മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അത് എവിടെന്നാ കിട്ടിയത്? കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ സ്ക്വയർ എക്സ് റിസൾട്ട് ഉണ്ടോ? പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അല്ലേ? അല്ല, ഇതിപ്പോ ഫാത്തിമ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് കൊടുത്താൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നല്ലേ കിട്ടുന്നത്? അല്ല, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എടുക്കാൻ പറ്റൂലേ? 1 മൈനസ് എടുക്കാൻ പറ്റും. 1 പറഞ്ഞില്ലല്ലോ. 1 എപ്പോഴല്ലേ പറഞ്ഞോളൂ? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞോണ്ട് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞത്. ഇല്ല, 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇപ്പൊ പറഞ്ഞു. ഞാൻ ആദ്യം എഴുതിയപ്പോഴും എന്നോട് പറഞ്ഞില്ല. ശരി, എന്തോ ആട്ടെ. കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 നിന്ന് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കിട്ടും. അപ്പോൾ ഈ കോസ് സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം. മൈനസ് ഒരു സൈൻ സ്ക്വയർ എക്സോടെ. അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും. 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. അങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണത് കിട്ടുന്നത് എന്ന് കാണിച്ചു തന്നേക്കുന്നതാണ്. നിങ്ങള് ഓർത്തിരിക്കാൻ പറ്റിയാൽ നല്ലത്. എഴുതി വെക്കണമെന്നൊന്നുമില്ല. ഓർത്തിരിക്കാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ തൽക്കാലം ഈ 4 ഫോർമുലാസ് കേട്ടോ. ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യണം. അതിനകത്ത് വേറെ മാർഗം ഒന്നുമില്ല. ഫോർമുല പറഞ്ഞു sin 2x. ഏതൊക്കെയായിരുന്നു sin 2x ഫോർമുല പറഞ്ഞത്? ഏതൊക്കെ ഇർഷാദെ sin 2x ഫോർമുല പറഞ്ഞത്? sin 2x ഈക്വൽ ടു ഇർഷാദ്
Sin 2x is equal to 2 sin x cos സൈൻ x. 2x ഫോർമുല എന്തൊക്കെയായിരുന്നു? 2 tan x by 1 plus tan square x. Sin 2x equal to 2 sin x cos x ബൈ ഹാർട്ട് ചെയ്തോളൂ കേട്ടോ. sin 2x equal to 2 sin x cos x അല്ലെങ്കിൽ ടാനിന്റെ ടേമിലാണ് വേണ്ടതെങ്കിൽ ടാനിന്റെ ടേമിലാണ് വരുന്നതെങ്കിൽ 2 tan x by 1 plus tan square x. sin 2x equal to 2 sin x cos x അല്ലെങ്കിൽ 2 tan x by 1 plus tan square x. അത് കഴിഞ്ഞ് ഇപ്പൊ പഠിച്ചത് cos 2x ആണ്. cos 2x cos square x minus sin square x. cos square x minus sin square x അല്ലെങ്കിൽ 2 cos square x minus 1 അല്ലെങ്കിൽ 1 minus 2 sin square x. cos square x മാത്രമുള്ളെങ്കിൽ 2 cos square x minus 1. sin മാത്രമാണെങ്കിൽ 1 minus 2 sin square x. then ആ സെയിം റിസൾട്ട് ടാനിന്റെ ടേബിളാണെങ്കിൽ 1 minus tan square x by 1 plus tan square x എന്ന് വരും. 1 minus tan square x by 1 plus tan square x. റിസൾട്ടുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. വേറെ മാർഗമില്ല. ശരിക്കും ഉപയോഗിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പഠിക്കാനും പറ്റില്ല. അടുത്തായിട്ട് sin 2x എഴുതി, cos 2x എഴുതി. അടുത്തായിട്ട് tan 2x. tan 2x in terms of tan മതി കേട്ടോ. tan 2x in terms of tan കിട്ടാനായിട്ട് tan 2x equal to ഞാൻ എഴുതാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. tan 2x tan 2x കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തായിരിക്കും? നമുക്കറിയാവുന്ന റിസൾട്ട് വെച്ചുകൊണ്ട് ടാൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടാൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? അറിയാവുന്ന റിസൾട്ട് വെച്ചുകൊണ്ട് കേട്ടോ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. ടാൻ കിട്ടാനായിട്ടുള്ള വേറെ മാർഗം എന്തായിരിക്കും? ആദിൽ മുജീബ്, ടാൻ കണ്ടുപിടിക്കാനുള്ള മാർഗം? ടാൻ കിട്ടാനുള്ള മാർഗം നമ്മൾ മുകളിൽ sin 2x cos 2x റിസൾട്ടുകൾ പഠിച്ചു കഴിഞ്ഞു. sin 2x cos 2x പഠിച്ചിട്ടുണ്ട്. ഇനി tan 2x കിട്ടാനുള്ള മാർഗം എന്തായിരിക്കും? ആദിൽ മുജീബ്, പെട്ടെന്ന് പറയടാ, ഇത്ര സമയങ്ങളല്ലേ? ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്റെ ക്വസ്റ്റ്യൻ ഇത്രയുള്ളൂ. നമ്മൾ sin 2x cos 2x റിസൾട്ടുകൾ പഠിച്ചു കഴിഞ്ഞു. അത് ഉപയോഗിച്ചുകൊണ്ട് tan 2x എങ്ങനെ കണ്ടുപിടിക്കാം? sin 2x cos 2x ഉപയോഗിച്ചിട്ട് tan 2x എങ്ങനെ കണ്ടുപിടിക്കാം? പെട്ടെന്ന് പറയടാ. tan square x ദുൽഫിക്കർ sin x by cos x. sin x by cos x. അപ്പൊ സൈൻ ഇവിടെ tan 2x ആകുമ്പോഴോടാ, tan 2x ആകുമ്പോഴോ 2 sin x by cos x. tan 2x ആകുമ്പോൾ നീ പറഞ്ഞു tan x കാണാനാണെങ്കിൽ sin x by cos x ഞാൻ സമ്മതിച്ചു. sin x by cos x. tan 2x ആകുമ്പോഴോ 2 sin x by 1 plus cos square x. എടാ അതൊന്നും വേണ്ട, അതങ്ങോട്ടൊക്കെ പോകാൻ വരട്ടെ. അതിന് എന്റെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. tan x ആണെങ്കിൽ sin x by cos x, tan 2x ആകണമെങ്കിൽ എന്ത് വരും എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ tan 2x ആണെങ്കിൽ 2 sin x by 2 cos x ആണ്. എടേ 2 tan x എവിടെ നിന്നാ വന്നെ? 2 sin x by 2 cos x.
2 sin x by 2 cos x അല്ല. 2 sin നീ പറഞ്ഞതാണ് tan 2x equal to 2 sin x by 2 cos x. അത് തെറ്റാണ്. 2 ഉം 2 ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ മുകളിൽ തന്നെയല്ലടാ. 2 ഉം 2 ഉം വെട്ടിക്കഴിഞ്ഞാൽ sin x by cos x കിടക്കുന്നത് tan x പറഞ്ഞാലും മിസ്റ്റേക്ക് ആണത്. tan ടു എക്സ് ഈക്വൽ ടു ആവണില്ല. ഇല്ല സൗണ്ട് ഹലോ സൗണ്ട് യെസ് സർ. അതിലെ ആ ഓക്കെ ഓക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ടെക്നിക്കൽ എറർ ഉണ്ടോ പരിഹരിക്കും കേട്ടോ. നമ്മൾ നല്ലൊരു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ ടാൻ ടു എക്സിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ഫോർമുലാസ് ഒക്കെ എങ്ങനെ കിട്ടുകേക്കണേ എന്നുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അത് എത്രത്തോളം മനസ്സിലായെന്ന്
നോക്കണ്ട, ഈ 6 ഫോർമുലാസും ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. സാർ ഇപ്പോഴും കട്ടായി പോയിക്കൊണ്ടിരിക്കുക. കൊള്ളുക sin 2x equal to 2 sin cos x, അല്ലെങ്കിൽ cos 2x എന്തായിരുന്നു cos 2x? അമിന ഒന്ന് പറഞ്ഞു, അമിന നോക്കാതെ പറയാമോ? cos 2x equal to ബോർഡിലേട്ടാ നേരത്തെ എഴുതിച്ചതല്ലേ അമിന സാർ? നേരത്തെ എഴുതിച്ചതല്ലേ? cos 2x എന്താണ് അമിന? അമിനോട് ഞാൻ ചോദിച്ചേ. ഹലോ, ആ cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. സാർ കേൾക്കുന്നില്ലേ? അമിന ആ ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. cos 2x equal to cos square x minus sin square x. cos square x ന്റെ, അതായത് സൈൻ ഒഴിവാക്കിയിട്ട് cos സ്ക്വയറിന്റെ ടൈമിൽ മാത്രം പറഞ്ഞത് വരും cos സ്ക്വയർ എക്സ് മൈനസ് 1. cos സ്ക്വയർ എക്സ് മൈനസ് 1. 2 cos square x minus 1. 2 cos square x minus 1 വരും. സൈനിന്റെ ടൈമിലാണെങ്കിൽ 1 minus സൈൻ സ്ക്വയർ എക്സ് 2 sin square x വരും. 1 minus 2 sin square x വരും. ഓക്കെ, ദെൻ ടാനിന്റെ ടൈമിലേക്ക് മാറുമ്പോഴോ 1 പ്ലസ് ടാനിന്റെ ടൈമിലേക്ക് മാറുമ്പോൾ 1 minus tan square x by 1 plus tan square x ആവും. 1 minus tan square x by 1 plus tan square x. ഒരു സെക്കൻഡ് കേട്ടോ മക്കളെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, റെസ്പോണ്ട് ചെയ്തേ ആനന്ദു. കേൾക്കാം. ഓക്കെ, റെസ്പോണ്ട് ചെയ്തോ മക്കളെ. ഓക്കെ നോക്കി ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അമിന കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോളെ. കേൾക്കാൻ അമിന ഒന്നൂടെ. ഓക്കെയാണ്. ഓക്കെയാണ്, ശരി ശരി. കൺസിഡർ
ശരി. ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ലാസ്റ്റ് നിർത്തിയേക്കുന്ന tan 2x ന്റെ റിസൾട്ടിലാണ് കേട്ടോ. tan 2x ഈക്വൽ ടു ദുൽഫിക്കർ പറഞ്ഞതിനകത്ത് തെറ്റിതായിരുന്നു കേട്ടോ ദുൽഫിക്കറെ. sin 2x by cos 2x എന്നാണ് വരേണ്ടത്. tan 2x ഈക്വൽ ടു sin 2x by cos 2x. നീ പറഞ്ഞത് 2 ആദ്യമാണ് പറഞ്ഞത്. 2 sin x 2 cos x എന്നാണ് പറഞ്ഞത് കേട്ടോ. sin 2x ഈക്വൽ ടു tan 2x ഈക്വൽ ടു sin 2x by cos 2x. അപ്പൊ ടാൻ ആംഗിൾ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? സൈനും കോസും ആ ആംഗിൾ തന്നെ വരണം. sin 2x ഇൻ ടേംസ് ഓഫ് ടാൻ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഏഞ്ചലിയ റിസൾട്ട് എന്ന് പറഞ്ഞ ഏഞ്ചലെ? sin 2x ന്റെ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് ടാൻ എഴുതിയേക്കുന്നത് ഞാൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. sin 2x ഇൻ ടേംസ് ഓഫ് ടാൻ എഴുതിയേക്കുന്ന റിസൾട്ട് എന്താണ്? 2 tan x by 1 plus tan square x. 2 tan x by 1 plus tan square x. Okay. Divided by cos 2x or Angel, cos 2x in terms of tan Minus tan square x by 1 plus tan minus of 1 minus. what minus അല്ലേ? 1 minus അത് പറഞ്ഞു. 1 minus tan square x by 1 plus tan square x. 1 plus tan square x. Okay, division ആണ് കേട്ടോ. ഡിവിഷൻ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 tan x by 1 plus tan square x into 1 plus tan square x by 1 minus tan square x. ഈ 1 plus tan square x രണ്ടിടത്തും കട്ടായി പോയിക്കോളും. ആൻസർ 2 tan x by 1 minus tan square x എന്ന് കിട്ടും. 2 tan x by 1 minus tan square x. പെട്ടെന്ന് എഴുതി വെച്ചേ. tan 2x equal to 2 tan x by 1 minus tan square x. കഴിഞ്ഞോ? അടുത്തായിട്ട് ചെറിയ ഹെഡിങ്. ഈ ഫോർമുലയുടെ ആവശ്യങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. അടുത്തായിട്ട് ചെറിയ ഹെഡിങ് കൊടുത്തേ. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് ആംഗിൾ എക്സ്. Trigonometric functions of angle x. അതായത് നമ്മൾ ഇപ്പൊ എഴുതിയത് ശ്രദ്ധിക്കാട്ടോ. ഇപ്പൊ എഴുതിയ അതേ ഫോർമുലാസ് തന്നെയാണ് വീണ്ടും എഴുതാൻ പോണത്. ഇപ്പൊ എഴുതിയ എല്ലാ ഫോർമുലക്കകത്തും ലെഫ്റ്റ് സൈഡിൽ ആംഗിൾ 2x അല്ലായിരുന്നോ? നമ്മൾ മൂന്ന് ഫോർമുല എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഒന്ന് sin 2x, രണ്ടാമത്തേത് cos 2x, മൂന്നാമത്തേത് tan 2x. പ്രൂഫ് ഒന്നും എഴുതണ്ട കേട്ടോ. പ്രൂഫുകൾ ഒന്നും എഴുതണ്ട, റിസൾട്ട് മാത്രം എഴുതിയാൽ മതി. sin 2x ഞാൻ പറയാം. sin 2x, cos 2x, tan 2x. അതായത് ലെഫ്റ്റ് സൈഡിൽ 2x ആയിരുന്നു. റൈറ്റ് സൈഡിൽ ആൻസർ കിട്ടിയേക്കണേ ഏത് വാല്യൂലാണ്, അല്ലെങ്കിൽ ഏത് ആംഗിൾ വെച്ചാണ് റൈറ്റ് സൈഡിൽ ആൻസർ കിട്ടിയേക്കണത്? ഏതിലായിഷ? ലെഫ്റ്റ് സൈഡ് 2x ഉം റൈറ്റ് സൈഡ് 2 2x. റൈറ്റ് സൈഡ് ഇൻ ടേംസ് ഓഫ് 2x ആണോ? റൈറ്റ് സൈഡ് 2x ആണോ? ആദ്യത്തെ റിസൾട്ട് എന്ന് പറഞ്ഞേ sin 2x ന്റെ റിസൾട്ട് എന്ന് പറഞ്ഞേ 2 sin x cos x. അവിടെ എവിടെയാ 2x വന്നേക്കണേ? x ന്റെ ടേമില്. x ന്റെ ടേമിലല്ലേ 2x നെ? അതാണ് നമ്മൾ പഠിച്ചത് ഇത്ര നേരം. അതെന്താണെന്ന് അറിയില്ല.
2x-നെ എക്സിന്റെ ടേമിലേക്ക് ആംഗിൾ പകുതിയാക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 2x-നെ എക്സിന്റെ ടേമിൽ എങ്ങനെ പറയാം? ഇനി നമ്മൾ നേരെ വീണ്ടും പകുതിയാക്കുന്നു കേട്ടോ. എക്സിനെ ഞാൻ ഇനി 2x മാറ്റിയിട്ട് അവിടെ x ആക്കും. 2x മാറ്റിയിട്ട് x ആക്കുമ്പോൾ റൈറ്റ് സൈഡിലെ x മാറിയിട്ട് എന്താവും? ഞാൻ എഴുതാൻ പോകുന്ന ഫോർമുല ഇതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യത്തെ ഫോർമുല എഴുതാൻ പോകുന്നത് സൈൻ എക്സ്. ആ 2x മാറ്റിയിട്ട് x ആക്കി. 2x മാറ്റി ആ x ആക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്താകും? എന്ത് ചേഞ്ച് സംഭവിക്കും? അത്രയാണ് മനസ്സിലാക്കാനുള്ളൂ. ഞാൻ ഒന്നുകൂടെയും പറയാം. ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞ ഫോർമുലക്കകത്ത് ലെഫ്റ്റ് സൈഡിൽ 2x ആണ്. സൈൻ 2x ഈക്വൽ ടു, ഇപ്പൊ നമ്മൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞ ആദ്യത്തെ ഫോർമുല ഇതാണ്. സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ലെഫ്റ്റ് സൈഡിൽ 2x. ഈ 2x റൈറ്റ് സൈഡിലേക്ക് വന്നപ്പോൾ അതിന്റെ പകുതിയായ x ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ എക്സ് എന്തായിരിക്കും? സൈൻ 2x. സൈൻ 2x ആണോ? അല്ല, അതെങ്ങനെ ശരിയാവും? എന്താ ദുൽഫിഖറെ? ഡിവൈഡഡ് ബൈ 2. അപ്പൊ നിനക്ക് പറയാമോ ആദ്യത്തെ റിസൾട്ട് എന്താന്ന്? ഈ സൈൻ എക്സ് ഈക്വൽ ടു 2 അതിനകത്തൊക്കെ തെറ്റിക്കോന്ന് ചെയ്യണേ. സൈൻ എക്സ് അല്ല, സൈൻ എക്സ് കോസ് എക്സ് ബൈ 2 എന്നല്ല. ഞാനിവിടെ എന്തിനാ പകുതിയാക്കിയത്? എക്സിനെ, അതായത് ആംഗിളിനെ മാത്രം ഞാൻ പകുതിയാക്കിയേക്കണത്. ആംഗിളിനെയാണ് പകുതിയാക്കിയേക്കണത്. അപ്പൊ ആ ചേഞ്ച് ആണ് അപ്പുറം വരേണ്ടത്. സൈൻ എക്സ് ബൈ 2 2 ഉണ്ട് കേട്ടോ. 2 നീ കളഞ്ഞു. 2 ആദ്യത്തെ 2-ന് യാതൊരു മാറ്റമില്ല. 2 അതുപോലെ തന്നെ 2 സൈൻ എക്സ് ബൈ 2 സൈൻ എക്സ് ബൈ 2. ഇവിടുത്തെ ആംഗിൾ ആണ് എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. സൈൻ എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. കഴിഞ്ഞ ഫോർമുല തന്നെയാണ്. അതായത് ആംഗിൾ 2x ആയിരുന്നപ്പോൾ ഈ ചേഞ്ചസ് മനസ്സിലാക്കണം കേട്ടോ. പ്രോബ്ലത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ളത്. ഈ പഠിക്കുന്ന ഫോർമുല അതുപോലെ തന്നെ ആയിരിക്കില്ല. ചിലപ്പോൾ സൈൻ 6x എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ മറു സൈഡിലേക്ക് എഴുതുമ്പോൾ 3x-ന്റെ ടേമിൽ വരും. ആംഗിൾ നേർ പകുതിയാക്കിയാണ് ചെയ്യുന്നത്. 2x ആയിരുന്നപ്പോൾ എക്സിന്റെ ടേമിൽ ആൻസർ കിട്ടി. അപ്പോൾ x ആണെങ്കിലോ, x ആണെങ്കിൽ എക്സിന്റെ പകുതി x ബൈ 2-ലായിരിക്കും ആൻസർ വരുന്നത്. 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് വരും. 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ഈക്വൽ ടു ഇത് ടാനിന്റെ ടേമിലാണെങ്കിൽ ഈ ഫോർമുല എന്തായിരിക്കും? ടാനിന്റെ ടേമില് നിങ്ങൾ പറയണം കേട്ടോ. ഇനി ടാനിന്റെ ടേമിലാണെങ്കിൽ എന്ത് വരും ഏഞ്ചിലെ? ഒന്ന് പറഞ്ഞ ഏഞ്ചിലെ, ടാനിന്റെ ടേമിൽ ഈ ഫോർമുല tan x ആ ആദ്യത്തെ ഫോർമുല നോക്കിയിട്ട് അതുപോലെ പറയുക. ഞാൻ പറഞ്ഞല്ലോ എന്താണ് മാറ്റം വരുത്തിയെന്ന് പറഞ്ഞല്ലോ. 2 tan x by 2. 2 tan x by 2. ഓക്കെ ഗുഡ്. 2 tan x by 2. ആംഗിൾ നേരെ പകുതിയാക്കി, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആംഗിൾ പകുതിയാക്കുകയാണ് ചെയ്യണേ. 2 tan x by 2 by 1 plus tan square x by 2. 1 plus tan square x by 2. ആംഗിളിനെ നേരെ പകുതിയാക്കി. 2 tan x by 2 by 1 plus tan square x by 2. നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആംഗിളിനെ പകുതിയാക്കുന്ന ഫോർമുലയാണ് ഇത്. റൈറ്റ് സൈഡിൽ എത്ര ആംഗിൾ ആണോ ഉള്ളത് അതിന്റെ പകുതിയാക്കി എങ്ങനെ റിസൾട്ട് എഴുതാം, ആ ഫോർമുലയാണ് ഇത്. അതുപോലെ തന്നെ cos 2x എഴുതിക്കേ. cos 2x-ന്റെ 4 ഉണ്ട്, ഇതുപോലെ എഴുതിക്കേ. cos 2x equal to cos 2x equal to ആദ്യത്തെ ഫോർമുല പറഞ്ഞ ആരോണെ? ആദ്യത്തെ ഫോർമുല cos 2x-ന്റെ സർ കോസ് എക്സ് ആണോ? എന്തോ കോസ് എക്സ് എന്നാണോ എഴുതണ്ടേ? 2x അല്ലല്ലോ. ഏതാണ് ഫാത്തിമ ചോദിച്ചേ? സോറി cos x. ഓക്കെ cos x 2x അല്ല cos x ആണ്. ആരോണേ cos x-ന്റെ ഫോർമുല പറഞ്ഞോനെ?
കോസ് എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് ബൈ ആദ്യത്തെ ഇനി 2x ന്റെ ഫോർമുലയ്ക്ക് 2x ന്റെ ഫോർമുല നോക്കിയിട്ട് അതിനകത്ത് ആംഗിൾ പകുതിയാക്കി പറയുക. കോസ് 2x ന്റെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ? ശരി അതിനകത്ത് പറഞ്ഞാൽ മതി. അതിനകത്ത് എന്ത് വരും? cos 2x മാറ്റിയിട്ട് cos x ആക്കും. അപ്പോൾ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ആണോ? അപ്പൊ സ്ക്വയർ കൂടെ വിടാം. കോസ് സ്ക്വയർ എക്സ് ബൈ 2 cos സ്ക്വയർ x by 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 minus sin square x by 2. cos square x by 2 minus sin square x by 2. cos square x by 2 minus sin square x by 2 എന്ന് വരും. രണ്ടാമത്തെ cos മാത്രമുള്ള ഫോർമുല പറഞ്ഞേ അനന്തരാജേഷേ. 2 cos square x by 2 minus 1. 2 cos square x by 2 minus 1. സൈൻ മാത്രമുള്ള ഫോർമുലയോ മാഹിൻ ബി എസ്? 1 minus 2 sin x sin square x by 2. ഓക്കെ. ടാനിന്റെ ഫോർമുല പറഞ്ഞേ. ടാനിന്റെ ഫോർമുല ഷാമിൻ. in terms of tan പറഞ്ഞടാ. 1 minus tan square x by 2 divide by 1 plus tan square x by 2. 1 plus tan square x by 2. Okay. 1 minus tan square x by 2 by 1 plus tan square x by 2. അടുത്തതുപോലെ tan x പ്രൂഫ് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രൂഫ് എഴുതിയായിരുന്നു. ഇവിടെ പ്രൂഫ് ഒന്നും എഴുതണ്ട. tan x equal to ഫൈനൽ റിസൾട്ട് മാത്രം പറഞ്ഞാൽ മതി. tan x equal to എന്ത് വരും? tan x equal to എന്തൊരു ആനന്ദ് പി എം? tan x sin square x by 2 by cos square x by 2. എടാ അത് tan square x by 2 അല്ലേ നീ പറഞ്ഞത്? tan 2x എന്ന് പറഞ്ഞൊരു ഫോർമുല എഴുതിയല്ലോ. tan 2x എഴുതി. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറ. നിന്റെ സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. സൗണ്ട് ക്ലിയർ അല്ല. ആയിഷ പറഞ്ഞ ആയിഷ. 2 tan x by 2 by 1 minus tan square x by 2. 2 tan x by 2 by okay 1 minus tan square x by 2. 1 minus tan square x by 2. Okay. നേരത്തെ ചെയ്ത ആ റിസൾട്ടിനകത്ത് ആ സെയിം റിസൾട്ട് തന്നെ ആംഗിള് നേരെ പകുതി ആക്കി എന്നുള്ളൂ കേട്ടോ. ആംഗിള് നേരെ പകുതി ആക്കി. തന്നിരിക്കുന്ന ആംഗിളിനെ നേരെ പകുതി ആക്കിക്കൊണ്ടുള്ള റിസൾട്ട് ആണ് കേട്ടോ. ആദ്യത്തെ സെറ്റ് മാത്രം ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. എല്ലാം ബൈഹാർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പാടായിരിക്കും. ആദ്യത്തെ സെറ്റ് മാത്രം ബൈഹാർട്ട് ചെയ്യുക. ആദ്യത്തെ സെറ്റ് ബൈഹാർട്ട് ചെയ്തിട്ട് ആംഗിൾ പകുതിയാകുമ്പോൾ റൈറ്റ് സൈഡിലെ ആംഗിൾ പകുതിയാകുമ്പോൾ ലെഫ്റ്റ് സൈഡിലും എന്താവും? ആംഗിൾ പകുതിയാകും. വേറെ ഒന്നും ചെയ്യാനില്ല. റൈറ്റ് സൈഡിലെ ആംഗിൾ പകുതിയായപ്പോൾ ലെഫ്റ്റ് സൈഡിലും അതുപോലെ ആംഗിൾ പകുതിയാകും. വേറെ യാതൊരു മാറ്റമില്ല. അപ്പൊ ആദ്യത്തെ സെറ്റ് കാണാപ്പണം പഠിക്കുക. എല്ലാം കാണാപ്പണം പഠിച്ചാൽ ബുദ്ധിമുട്ടാകും. അടുത്തത് trigonometry function of angle 3x. trigonometry function of angle 3x in terms of x. ഇതുപോലെ അല്ല കേട്ടോ. ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. trigonometry function of angle 3x in terms of x. trigonometry function of angle 3x in terms of x. ആദ്യത്തെ ഇതേപോലെ 2x മാറ്റിയിട്ട് 3x എന്ന് കൊടുത്താൽ പോരാ കേട്ടോ. ഇവിടെ റിസൾട്ടിന് മാറ്റമുണ്ട്. റിസൾട്ട് പ്രൂഫ് ഒന്നും നമുക്ക് വേണ്ട. ആ 3 റിസൾട്ടേ ഉള്ളൂ. 3 റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഞാൻ എഴുതി തരാം. sin 3x equal to 3 sin x minus 4 sin cube x.
അതായത് ഇവിടെയും അതുപോലെ തന്നെയാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ 3x ആണ്, റൈറ്റ് സൈഡിൽ 3x ആണ്. ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോൾ x മാത്രമേ ഉള്ളൂ. 3xനെ x-ലേക്ക് മാറ്റിയിട്ടുണ്ട്, 3xനെ x-ലേക്ക് മാറ്റിയിരിക്കുന്നു. ആംഗിൾ 3x ആണ്. 3xനെ ഇൻ ടേംസ് ഓഫ് x-ലേക്ക് മാറ്റിയിരിക്കുന്നു. സൈൻ 3x ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് x കേട്ടോ. സൈൻ 3x ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് x. അടുത്തത് cos 3x ആണെങ്കിൽ 4 cos ക്യൂബ് x ആ ടൈം ആദ്യം വരും. 4 cos ക്യൂബ് x മൈനസ് 3 cos x. നേരെ തിരിച്ചാവന്നെ കേട്ടോ. സൈൻ 3x-നകത്ത് 3 sin x മൈനസ് 4 sin ക്യൂബ് x. cos 3x ആണെങ്കിൽ 4 cos ക്യൂബ് x മൈനസ് 3 cos x. മൂന്നാമത്തേത് tan 3x. tan 3x ഈക്വൽ ടു 3 tan x മൈനസ് tan ക്യൂബ് x ബൈ 1 മൈനസ് 3 tan സ്ക്വയർ x. ആംഗിൾ 3x ആണ്. ആംഗിൾ 3xനെ x-ന്റെ ടേമിലേക്ക് മാറ്റി എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം? ആംഗിൾ 3x ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത്, ഇന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് 2xനെ എങ്ങനെ x-ന്റെ ടേമിലേക്ക് മാറ്റാം, 2xനെ എങ്ങനെ x-ലേക്ക് മാറ്റാം. ആ സെയിം തന്നെ x-നെ എങ്ങനെ x/2ലേക്ക് മാറ്റാം. ഇവിടെ 3xനെ എങ്ങനെ x-ലേക്ക് മാറ്റാം. ഈ 3 ഫോർമുല ഉള്ളൂ കേട്ടോ. 3 ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഒന്നുകൂടെ നോക്കിയേ. sin 3x equal to 3 sin x minus 4 sin cube x. കോസിന്റെ സെയിം ആണ്. 4 cos cube x ആദ്യം വരും, നേരെ തിരിഞ്ഞു വരും. 4 cos cube x minus 3 cos x. tan 3x 3 tan x minus tan cube x by 1 minus 3 tan square x. സമയമെടുത്ത് എഴുതി പഠിക്കണം കേട്ടോ, വേറെ മാർഗങ്ങൾ പറയാനില്ല. പ്രൂഫ് നമുക്ക് വേണ്ട, റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്താൽ മതി. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തറവാക്കി എടുക്കണം റിസൾട്ടുകൾ. തൽക്കാലം എക്സസൈസിൽ 2 ക്വസ്റ്റ്യനിലേക്ക് വരുന്നു കേട്ടോ. എക്സസൈസ് 3 നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസ് 3.3 അല്ലേ? എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 23 കേട്ടോ. Exercise 3.3 question number 23ലേക്ക് വരുന്നു. അതിന്റെ ഇടയ്ക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ 10 വരെ ഇപ്പൊ ചെയ്തേക്കണേ, 10 വരെ ചെയ്ത് നിർത്തിയേക്കുവാണ്. അതിന്റെ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫോർമുലയിലേക്ക് നമ്മൾ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ചെയ്യാം. അപ്പൊ തൽക്കാലം 23ലേക്ക് വരിക. ക്വസ്റ്റ്യൻ കണ്ടാൽ മാത്രം മതി, ഞാൻ ചെയ്തോളാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. നിങ്ങൾ തൽക്കാലം ക്വസ്റ്റ്യൻ കാണുക മാത്രം ചെയ്താൽ മതി. tan 4x ഈക്വൽ ടു 4 tan x into 1 minus tan square x. ടാനിന്റെ ടൈമിൽ തന്നെ കിട്ടണം കേട്ടോ. tan 4xനെ ടാനിന്റെ ടൈമിൽ തന്നെ കിട്ടണം അല്ലെ? ലെഫ്റ്റ് സൈഡ് tan 4x ആണ്, റൈറ്റ് സൈഡും ടാനിന്റെ ടൈമിലാണ്, ടാൻ എക്സിന്റെ ടൈമിലാണ് എല്ലാം വന്നേക്കുന്നത്. ശരിക്കും അപ്പോൾ 4xനെ നമുക്ക് എക്സിലേക്ക് മാറ്റണം. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യൻ എല്ലാവരും ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ട്രിഗണോമെട്രിക്കകത്ത് പ്രൂവ് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടമുള്ള വഴികളെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തില്ല. അപ്പൊ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആൻസറിൽ എത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫോർമുലാസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും, പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസറിലേക്ക് എത്തില്ല. ട്രിഗണോമെട്രിയുടെ ഒരു പ്രത്യേകതയാണത്. പ്രൂവ് ചെയ്യേണ്ട ആൻസറിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണ്ട സ്റ്റെപ്പുകൾ കൊടുക്കണം. ഒന്നോടെ നോക്കിക്കൊള്ളുക. ക്വസ്റ്റിനകത്ത് tan 4x അല്ലെ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിനകത്ത് 4x ഒന്നുമില്ല, എക്സ് മാത്രമാണ് ആംഗിൾ. എക്സിന്റെ ടേബിളിലേക്ക് വരണം. ശരി, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. സ്റ്റെപ്പിനകത്തുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് കൃത്യമാക്കി മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. പയ്യെ ചെയ്താൽ മതി. ആദ്യം കണ്ടിരിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക.
ടാൻ 4x ആണ്. ടാൻ 4x നമുക്ക് അറിയില്ല കേട്ടോ. ടാൻ 4x ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ടാൻ 4x നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ മാറ്റി എഴുതാം? ആർക്കെങ്കിലും പറയാമോ? ടാൻ 4x നമുക്ക് അറിയില്ല. അറിയാവുന്ന ഫോർമുല അല്ല. sin 4x by cos 4x. sin 4x cos 4x നമുക്ക് അറിയില്ല. അങ്ങനെ എഴുതിയിട്ട് പ്രയോജനമില്ല. സൈനിലേക്കും കോസിലേക്കും ഒന്നും മാറ്റിയിട്ട് യാതൊരു കാര്യമില്ല. ടാൻ 4x അറിയില്ല. ആ ആംഗിളിലാണ് പണിയേണ്ടത്. സൈനിലേക്കും കോസിലേക്കും മാറ്റിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോ പഠിച്ചേക്കുന്ന റിസൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യണം. 2 into tan 2x എടുക്കാൻ പറ്റില്ല. കേട്ടില്ല? 2 into tan 2x. അക്മലെ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ. അവർക്ക് പറഞ്ഞതാ 2 into tan 2x എടുക്കാൻ പറ്റുമോ? 2 into tan 2x നീ പറഞ്ഞത്, നീ ഉദ്ദേശിച്ചത് ശരിയായിരിക്കാം, പക്ഷെ പറഞ്ഞപ്പോ തെറ്റിപ്പോയി കേട്ടോ. 2 into tan 2x എന്നല്ല, 2 into tan 2x അല്ല. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയേക്കും. 2 into sin 2x by cos 2x. അല്ല. ആദ്യം 2 ഇല്ല. നീ ഉദ്ദേശിക്കുന്ന 2 അവിടെ അല്ല ചെയ്യേണ്ടത്. ഞാൻ ദുൽഫിക്കറിനോട് കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ദുൽഫിക്കർ അങ്ങനെ 2 ആദ്യം എടുത്ത് പറഞ്ഞു. അങ്ങനെയല്ല. tan 2x ചോദിച്ചപ്പോൾ 2 sin x by 2 cos x എന്നാവും പറഞ്ഞത്. അങ്ങനെയല്ല പരിപാടി. 2 ആദ്യത്തേക്ക് മാറ്റുന്ന പരിപാടിയില്ല. അക്മലെ നീ ആലോചിച്ച് നോക്ക്, ശരിയാക്കാൻ പറ്റും. 4 tan x by minus tan square 4x എന്നാണോ? 4 tan x. നിങ്ങൾ സ്വന്തം ഫോർമുലാസ് ഉണ്ടാക്കരുത് കേട്ടോ. ഉള്ള ഫോർമുല വെച്ച് ചെയ്തോളണം. സ്വന്തമായിട്ട് 2 tan 4x. ടാൻ ഇപ്പൊ നമ്മൾ നിലവിൽ ഞാൻ ക്വസ്റ്റ്യൻ മാത്രമേ ടാൻ 4x. ടാൻ 4x എങ്ങനെ എഴുതാം അടുത്ത സ്റ്റെപ്പ്? അതാണ് നമ്മുടെ പ്രശ്നം. sin 4x by cos 4x എന്ന് എഴുതാൻ പറ്റുമോ? എടാ sin 4x by cos 4x ആണ്. പക്ഷെ നമുക്ക് 4x അറിയില്ലല്ലോ. sin 4x കൊണ്ടുപോയിട്ട് നമുക്ക് കാര്യമില്ല. സൈന്റെ കോസിന്റെ ടൈമിലേക്ക് ഇവിടെ മാറ്റേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കിട്ടേണ്ട ആൻസർ ടാനിന്റെ ടൈമിലാണ് അല്ലെ? ആൻസറിനകത്ത് കംപ്ലീറ്റ് ടാൻ അല്ലേ നോക്കിയേ. ടാനിന്റെ ടൈമിൽ കണ്ടുപിടിക്കണം. നിങ്ങൾ സൈനിലേക്കും കോസിലേക്കും കൊണ്ടുപോയിട്ട് കാര്യമില്ല. പ്രൂവ് ദാറ്റ് എന്നാ പറഞ്ഞേക്കണേ. എന്തെങ്കിലും ഉത്തരം കണ്ടുപിടിച്ച് വെച്ചാൽ പോരാ. ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ പോരാ. ആൻസർ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടാൻ 4x ടാനിന്റെ ടൈമിൽ തന്നിട്ടുണ്ട്. അത് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ സൈനിലേക്കും കോസിലേക്കും പോകേണ്ട ആവശ്യമില്ല. ടാനിൽ തന്നെ കടന്ന് ചെയ്യണം. tan 2x വാല്യൂ ചെയ്യാൻ പറ്റും. tan 2x നമ്മൾ ഉപയോഗിക്കും. പക്ഷെ നിങ്ങൾ ആദ്യം ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറ. എന്നല്ലേ നമുക്ക് ചുമ്മാ എടുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. tan 4x tan 4x നമുക്ക് എങ്ങനെ എഴുതാം? ചുമ്മാ ഇരിക്കരുത്, ആലോചിക്കണം. പറഞ്ഞാമന. tan 2 into 2x. ഗുഡ്. tan 2 into 2x എഴുതാം. tan 2 into 2x 4x. tan 4x അല്ലാതെ 2 ആദ്യം കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പലരും ആൻസർ 2 ആദ്യം കൊണ്ടെന്ന് പറഞ്ഞു. 2 ആദ്യം കൊണ്ടുവരാൻ പറ്റില്ല. tan 4x 2 tan 2x ഒന്നും ആക്കാൻ പറ്റില്ല കേട്ടോ. അത് ആംഗിൾ ആണ്. 4x എന്ന് പറയുന്നത് ആംഗിൾ ആണ്. അതിനെ ആദ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. tan 4x നമുക്ക് tan 2 times 2x എന്നാക്കാം. tan 2 times 2x. Then ഇനി ഈ tan 2x ഫോർമുല നമുക്കറിയാലോ. ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. നിങ്ങൾ തൽക്കാലം എഴുതണ്ട കേട്ടോ. കണ്ടിരുന്നാൽ മാത്രം മതി. കണ്ടിരിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളുക. കണ്ടിരുന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളുക കേട്ടോ. കൂടുതൽ താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഞാൻ tan 4x 2 into 2x എന്ന് മാറ്റി. 2 into 2x. ശരി. tan 2x നമുക്കറിയാലോ. tan 2x എന്താ tan 2x ഫോർമുല? ഇൻ ടേംസ് ഓഫ് ടാൻ പറഞ്ഞു കേട്ടോ. എല്ലാം ഇൻ ടേംസ് ഓഫ് ടാൻ പറയണം. കാരണം നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ടാനിന്റെ ടൈമിൽ തന്നെയാണ് കിടക്കുന്നത്. tan 2x എന്ത് വരും? 2 tan x by 1 minus tan square x. 2 tan x by 1 minus tan square x. ശരി. 2 tan x by 1 minus tan square x. tan 2x
2 tan x by 1 minus tan square x. അങ്ങനെയെങ്കിൽ this is equal to tan ഇത് tan 2x എന്നുള്ള ഫോർമുല ആട്ടോ. പക്ഷെ ഇവിടെ എക്സിന് പകരം 2x ആ കിടക്കണത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതാ ഞാൻ പറഞ്ഞത്, എഴുതണ്ട, മനസ്സിലാക്കിയാൽ മതി. എഴുതണ്ട വന്നത് tan 2x. ഈ ബോക്സിൽ ഞാൻ ബോക്സിലാവുന്നത് ഇത്രോ സാധനം ഞാൻ x ആണെന്ന് ട്രീറ്റ് ചെയ്യുന്നു. tan 2x, ആ എക്സിന് ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഇവിടെ x അല്ല, എക്സിന് പകരം 2x ആണ്. tan 2x, tan 2x. ഈ ബോക്സിലുള്ള സാധനം x ആണെന്ന് വിചാരിക്കുക. tan 2x ഇതനുസരിച്ചാണ് ഇപ്പൊ ഫോർമുല കിടക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം ഈ ഫോർമുലനെ? എങ്ങനെ മാറ്റി എഴുതാമെന്ന് പറഞ്ഞ് tan 2x equal to 2 tan 2x by 2 tan 2x 2 tan 2x by 1 minus tan square 2x. 1 minus tan square 2x. ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞേ? കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഫാത്തിമ. ശരി ഓക്കെ ഫാത്തിമ, ഓക്കെ ശരിയാണ് കേട്ടോ. അപ്പൊ നോക്കി വളരെ tan 2x നമുക്കറിയാവുന്ന ഫോർമുല tan 2x ആണ്. tan 2x equal to 2 tan x by 1 minus tan square x എന്നറിയാം. ഇവിടെ വന്നിരിക്കുന്നതോ tan of 2 into 2x. എക്സിന് പകരം 2x ആണ്. നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുലക്കകത്ത് എക്സിന് പകരം 2x കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനത്തിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2x കൊടുത്തു. 2 tan 2x by 1 minus tan square 2x. ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ നോക്കി? ഇതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ എഴുതിയേക്കണം നിങ്ങൾക്ക് മനസ്സിലായോ? tan 2x ഫോർമുല എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് tan 4x ആണ്. 4xനെ 2 times 2x എന്നാക്കി. എന്നിട്ട് എക്സിന് പകരം 2x അവിടെ കൊടുത്തു. അത്രയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ ആണോ? അടുത്തിലേക്ക് പോവാമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളണം കേട്ടോ. അതാ ഞാൻ പറയണത്, നമ്മൾ ഗ്യാപ്പ് കൊടുത്ത് പയ്യെ ചെയ്യണോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ഇന്ന് തന്നെ ചെയ്ത് പഠിക്കുകയും വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ മറന്നുപോകും. tan 4x ആണ് ചോദിച്ചേക്കുന്നത്. അതിന് നമ്മൾ 2 into 2x എന്നാക്കി. tan 2x അറിയാം, 2 tan x by 1 minus tan square x. ഇവിടെ tan 2 into 2x ആണ്. അപ്പൊ x ന് വരെ 2x കൊടുത്തു. ഈക്വൽ ടു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പൊ 2x ആട്ടോ മക്കളെ ആയേക്കണത്. ഇപ്പൊ ആംഗിൾ ഇവിടെ 2x ആണ്. ആംഗിൾ 2x അല്ല വേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് വേണ്ടത് ആംഗിൾ x ആണ്. അപ്പോൾ ഈ 2x-നെ വീണ്ടും x ലേക്ക് മാറ്റും. ഈ ഫോർമുല വീണ്ടും കൊടുക്കുവാണ് അല്ലെ? നമുക്ക് ചെയ്യേണ്ട ആൻസറിനകത്ത്, കിട്ടേണ്ട ആൻസറിനകത്ത് 2x ഇല്ലല്ലോ, x അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ tan 2x-ന് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ദിസ് ഈസ് ഈക്വൽ ടു 2 into tan 2x-ന് വരെ ഈ കിടക്കുന്ന ഫോർമുല. tan 2x-ന് വരെ നമ്മൾ എന്ത് കൊടുക്കും? എന്ത് കൊടുക്കാം അർഷാദെ? tan 2x-ന് വരെ വീണ്ടും അർഷാദെ പറയടാ. വീണ്ടും ഇവിടെ tan 2x ആണ്. എന്ത് എഴുതാനിരിക്കാം? 2 tan x divided by 1 2 tan x divided by 1 minus tan square x. 1 minus tan square x. 2 into ഈ tan 2x-ന് വരെ വീണ്ടും ഈ ഫോർമുല കൊടുത്തു. 2 tan x by 1 minus tan square x divided by 1 minus ഈ tan square 2x എന്ന് പറഞ്ഞാൽ tan 2x-ന്റെ സ്ക്വയർ എന്നാട്ടോ അർത്ഥം. tan 2x-ന്റെ സ്ക്വയർ ആണ്. ഞാൻ ചെയ്യാതെ, നിങ്ങൾ എഴുതാൻ ധൃതി പിടിക്കില്ല. നിങ്ങൾ ഇത് കണ്ടിരിക്കുക. നിങ്ങൾ എഴുതാൻ ധൃതി പിടിക്കില്ല. എന്തിനാ? tan 2x-ന്റെ സ്ക്വയർ ആണ്. അതായത് 2 tan x by 1 minus tan square x-ന്റെ സ്ക്വയർ. tan 2x-ന് പകരം 2 tan x by 1 minus tan square x ഉള്ളത് മുകളിലും താഴെയും കൊടുത്തു. താഴെ അതിന്റെ സ്ക്വയർ ആണ് കേട്ടോ. tan 2x-ന്റെ സ്ക്വയർ ആണ് താഴെ വന്നിരിക്കുന്നത്. സ്ക്വയർ കൊടുത്തു. ഈക്വൽ ടു ന്യൂമറേറ്റർ 2 into 2 4 ആകും. 4
tan x by 1 minus tan square x whole divided by ഡിനോമിനേറ്ററിനെ 1 മൈനസ് ഒന്ന് സ്ക്വയർ ചെയ്ത് പറഞ്ഞു തന്നെ a by b the whole square. a by b the whole square നമുക്ക് എങ്ങനെ എഴുതാം? ടസ്കിന? a by b the whole square നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? a by b the whole square. എങ്ങനെ എഴുതാൻ ഫസ്റ്റ്? a by b the whole square നെ എങ്ങനെ എഴുതാൻ ഗൗരി? a by b the whole square. A square divided by B square. a square divided by b square. a square divided by b square. അപ്പോൾ ഇതൊന്ന് പറഞ്ഞേ ഗൗരി. 2 tan square x. 2 tan square x അല്ല. 2 tan x whole square. അതെത്ര വരും? 2 tan x whole square എന്ന് പറഞ്ഞാൽ 4 tan square x. അല്ല. ടു tan x whole square എന്ന് പറഞ്ഞാൽ 2 tan square x അല്ല. 4 tan square x. 4 tan square x. 2 ന്റെ സ്ക്വയർ എടുക്കണം. 2 ന്റെ സ്ക്വയർ 4. 2 ന്റെ സ്ക്വയർ 4 ആണ്. tan x ന്റെ സ്ക്വയർ 4 tan square x divided by താഴത്തെ തൽക്കാലം 1 മൈനസ് tan square x whole square. 4 tan x by 1 minus tan square x divided by 1 minus square ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ 4 tan square x 1 minus tan square x ന്റെ സ്ക്വയർ അങ്ങനെ ഇട്ടു കേട്ടോ. ഈക്വൽ ടു ഞാൻ നേരെ എഴുതാം. ഈക്വൽ ടു 4 tan x by 1 minus tan square x whole divided by ഡിനോമിനേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. LCM എടുക്കുമ്പോൾ എന്ത് വരും ഷാമിനെ? ഡിനോമിനേറ്റർ ഒന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ അതുപോലെ എഴുതി ഡിനോമിനേറ്റർ എങ്ങനെ വരും? അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നു? 1 മൈനസ് ഒന്നിൽ നിന്ന് ഇത് കുറയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? 1 minus 4 tan square x by 1 minus tan square x the whole square. Three tan square x. എന്നടാ? 3 tan square x divided by 3 tan square x. എടാ എന്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. 1 മൈനസ് എക്സ് ബൈ വൈ നീ എങ്ങനെ എഴുതും? 1 മൈനസ് എക്സ് ബൈ വൈ എന്താന്ന് വെച്ചാൽ 1 മൈനസ് എക്സ് ബൈ വൈ എന്താണ്? One minus x, 1 minus y. 1 minus x 1 minus y. എന്ത് വരും ഗ്രേസ്? One minus x by y. X minus y divided by y. X minus y divided by y. എന്ത് വരും സന? റെസിപ്രോക്കൽ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? അതൊന്ന് പറഞ്ഞ സന കേക്കട്ടെ. അല്ല 1 by 1
ഇൻറ്റു y ബൈ എക്സ് എടുക്കാൻ പറ്റില്ലേ? 1/1 ഇവിടെയാണ് റെസിപ്രോക്കൽ. 1/1 മൈനസ് എക്സ് ബൈ വൈ. പിന്നെ എന്ത് ചെയ്യണം? ഇതൊരു ഭീമ ഇതൊന്നും +1 പഠിക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ. എനിക്ക് ഇതിനകത്ത് ഇപ്പൊ ട്രിഗണോമെട്രി എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. ട്രിഗണോമെട്രിക്കകത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ട്രിഗണോമെട്രിക്കകത്ത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4x ആണ്, 4xനെ 2xലേക്ക് മാറ്റി, 2xനെ വീണ്ടും xലേക്ക് മാറ്റി. നിലവിൽ +1 പഠിക്കുന്ന കാര്യം കഴിഞ്ഞു. ഇനി അത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ആ ഓപ്പറേഷൻസ് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എങ്ങനെ കുറയ്ക്കാന്നുള്ളത് ഇത്ര നിസ്സാര കാര്യം ചോദിച്ചിട്ട് 3-4 പേരോട് ചോദിച്ചിട്ട് ആർക്കും പറയാൻ പറ്റില്ല. എന്തോ അക്മലെ പറഞ്ഞോ. സൗണ്ട് എനിക്ക് ക്ലിയർ അല്ല. നീ ഹെഡ്സെറ്റ് ഉപയോഗിക്കണല്ലേ അക്മലെ? ഇല്ല, യൂസ് ചെയ്യാനുള്ളായിരുന്നു, അത് പോയി. അതാണ് ഇന്നലെ. പക്ഷെ നീ പറഞ്ഞ എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇപ്പം ഡിനോമിനേറ്ററിലുള്ളതൊക്കെ ഒരു കോമൺ ടേമിന്റെ അടിയിലേക്ക് കൊണ്ടുവരണം. അതായത് -1 മൈനസ് ടാൻ. എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. 1 മൈനസ് എക്സ് ബൈ വൈ എന്താന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ അതനുസരിച്ച് ബാക്കി ചെയ്തോളാം. കോമൺ ഡിനോമിനേറ്റർ ആക്കണ്ടേ? നീ പറഞ്ഞു ഇത് എന്താന്ന് നീ പറഞ്ഞു തന്നാൽ മതി. നീ പറഞ്ഞു നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാൽ പറഞ്ഞു. ഞാൻ ശരിയാണോ എന്ന് പറയാം. 1 മൈനസ് എക്സ് ബൈ വൈ. 1 മൈനസ് എക്സ് ബൈ വൈ അല്ലേ? ഡിനോമിനേറ്റർ കൊണ്ട് 1 മോളിൽ ഇൻറ്റു ചെയ്യണം. നീ പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. 4 tan x by 1 minus tan square x. പിന്നെ അതല്ല ഞാൻ ചോദിക്കണേ, ഈ 1 മൈനസ് എക്സ് ബൈ വൈ ഈക്വൽ ടു എത്രയാന്ന് പറഞ്ഞേ. ഞാൻ അതുപോലെ ഇപ്പുറം ചെയ്തോളാം. 1 മൈനസ് എക്സ് ബൈ വൈ ഈക്വൽ ടു എന്ത് എഴുതാം? അതാണ് -3 tan square x minus 2 tan x plus 1 by 1 minus tan square x. നീ മ്യൂട്ട് ചെയ്തേ. ഞാൻ ചോദിക്കുന്നതിൽ നിന്നല്ല മറുപടി നീ പറയണത്. ആർക്കും പറയാം 1 മൈനസ് എക്സ് ബൈ വൈയുടെ വാല്യൂ എന്താണ്? 1 മൈനസ് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? അടുത്ത സ്റ്റെപ്പ് y മൈനസ് എക്സ് ബൈ വൈ. ഓക്കെ, ഗുഡ് ആമിന. y മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. y മൈനസ് എക്സ് ബൈ വൈ. y മൈനസ് എക്സ് ബൈ വൈ ഇതാണ് അതിന്റെ ആൻസർ. അങ്ങനെയെങ്കിൽ താഴെ എന്ത് വരും ആമിന ഒന്ന് പറഞ്ഞേ. 1 മൈനസ് tan സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ. ബാക്കി പറഞ്ഞോ. മൈനസ് 4 tan സ്ക്വയർ. മൈനസ് 4 tan സ്ക്വയർ എക്സ്. ഓക്കെ. 1 മൈനസ് tan സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. All divided by 1 minus tan square x the whole square. We multiply കേട്ടോ. 1 minus tan square x the whole square minus 4 tan square x the whole divided by. Okay. ഇനി അത് സിംപ്ലിഫൈ ചെയ്യണം. ഒന്ന് കളയട്ടെ. ഈക്വൽ ടു താഴെ എഴുതാം. ഈക്വൽ ടു 4 tan x by കണ്ടിരുന്നോളൂ കേട്ടോ. കണ്ടത് മനസ്സിലാക്കിയാൽ മതി. തൽക്കാലം എഴുതണ പിന്നെ എഴുതാം. 4 tan x by 1 minus tan square x whole divided by ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു കേട്ടോ. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ 1 minus tan square x the whole square അതെന്ത് വരും? 1 minus tan square x the whole square എന്തൊരു ഹസ്ന സുജിറെ. 1 minus tan square x the whole square എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം? tan square minus x. 1 minus tan square x the whole square equal to എന്ത് എഴുതാം? minus എന്തനുസരിച്ചാ എക്സ്പാൻഡ് ചെയ്യണേ? എന്തിനെ ബേസ് ചെയ്താണ് എക്സ്പാൻഡ് ചെയ്യണെന്ന് പറഞ്ഞേ?
ചോദിക്കണ മനസ്സിലായില്ല. എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടിയാൽ മതി. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എത്രയാന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ എഴുതിക്കോളാം താഴെ. ടു മൈനസ് 2 മൈനസോ? അറിയില്ല സർ. എന്തൊരു അർഷാദെ? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ 1 minus tan raised to 4x എന്ന് വരില്ല. 1 മൈനസ് tan raised to 4x. ടാൻ റേസ് ടു 4x അല്ല. അല്ല. ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊരു ഐഡന്റിറ്റിയാണ്. ഈ ഐഡന്റിറ്റി അനുസരിച്ച് ഐഡന്റിറ്റി നിങ്ങൾ പണ്ട് പഠിച്ചേക്കുന്നതാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്താണ്? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എന്താ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ? എന്താ ഹസന എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഹസന? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. എന്നാ അതുപോലെ ഇതൊന്ന് പറഞ്ഞേ. വൺ മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ. 1 സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ എക്സ് സ്ക്വയർ. അത് എത്ര വരും? ടാൻ സ്ക്വയർ എക്സിന്റെ സ്ക്വയർ. ടാൻ സ്ക്വയറിന്റെ സ്ക്വയർ എത്ര വരും? അറിയില്ല. സ്ക്വയറിന്റെ സ്ക്വയർ ഉണ്ടല്ലോ എത്ര വരുന്നു? എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ നിങ്ങൾ അറിയില്ലെങ്കിൽ ടാൻ സ്ക്വയർ നിങ്ങൾക്ക് അറിയാവുന്ന റിസൾട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കുന്നേ. എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എത്രയാണ്? അതറിയാമോ ഹസ്ന? ഇല്ല. എങ്ങനെയാ മോളെ സ്ക്വയർ കാണണേ? ചോദിക്കണ എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നു. അത് അറിയില്ലാത്തോണ്ടാ മനസ്സിലാവാത്തത് കേട്ടോ. അറിയില്ലാത്തോണ്ടല്ല ഞാൻ ചോദിക്കുന്ന സ്ക്വയർ കാണുന്ന ഒരു നമ്പറിന്റെ സ്ക്വയർ കാണുന്ന എങ്ങനെയാണ്? ഒരു നമ്പറിന്റെ സ്ക്വയർ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന്? 2 ആണെങ്കിൽ 2 സ്ക്വയർ കണ്ടുപിടിക്കും. അതെങ്ങനെയാ കാണുന്നത്? 2 into 2. പ്രശ്ന സമയം കളയാതെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറ. സമയം ഒത്തിരി പാഴായി പോകുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 2 into 2 ചെയ്യണം. ശരി. അത് ഞാൻ ടാൻ സ്ക്വയറിന്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം? ടു ഇൻറ്റു സ്ക്വയർ 2 into 2 ആണ്. ടാൻ സ്ക്വയറിന്റെ സ്ക്വയർ എന്താണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ടാൻ സ്ക്വയർ into ടാൻ സ്ക്വയർ. അത് എത്ര വരും എന്നാണ് ചോദിക്കുന്നത്. ടാൻ സ്ക്വയർ into ടാൻ സ്ക്വയർ എത്രയാണ്? അറിയില്ല. എത്ര ഏഷ ടാൻ സ്ക്വയർ into ടാൻ സ്ക്വയർ? 2 tan square. ടാൻ സ്ക്വയർ എടുക്കി 2 tan square. 2 ടാൻ സ്ക്വയർ. അത് ടാൻ സ്ക്വയറും കൂട്ടുമ്പോഴാണ് കേട്ടോ. എക്സും എക്സും കൂട്ടിയാൽ 2x ആകും. 2x 10ഉം 10ഉം കൂട്ടിയാൽ 20 ആകും. ടാൻ സ്ക്വയർ എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 2 ടാൻ സ്ക്വയർ എക്സ് ആകും. ഗുണിച്ചാൽ 2 into tan square. ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ്. നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളെ പറഞ്ഞത്? ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ടു ടാൻ സ്ക്വയർ എക്സ് ഒക്കെ എങ്ങനെയാവണത്? എന്താ ദുൽഫിഖറെ ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ്?
tan raised to 4x. Tan raised to 4x. Tan raised to 4x. Tan square x into tan square x, tan raised to 4x. S square plus b square minus 2ab term. Minus 2 into 1 into tan square x. Minus 2 tan square x now. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ എഴുതി ബി സ്ക്വയർ എഴുതി മൈനസ് 2ab. പിന്നെ ഒരു മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് കൂടി ഉണ്ട്. മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ. ഡിവിഷൻ വേണ്ടി സിംപ്ലിഫൈ ചെയ്യുകയും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ഞാൻ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നു കേട്ടോ. ഡിവിഷൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്റർ 4 tan x by 1 minus tan square x into പറഞ്ഞേ. സിംപ്ലിഫിക്കേഷൻ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നു കേട്ടോ. സ്റ്റെപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങളാണെങ്കിൽ ഒരു കാൽക്കുലേഷൻ ഉത്തരം നിങ്ങൾ പറയണമില്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒരു അറിയില്ല. ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് അറിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഇത്ര സ്റ്റെപ്പുകൾ കൂടിയേക്കണത്. പറഞ്ഞ ഇൻറ്റു റെസിപ്രോക്കൽ. ഇൻറ്റു എന്ത് വരും? റെസിപ്രോക്കൽ എന്താണ്? അനന്ത് രാജേഷേ പറഞ്ഞ റെസിപ്രോക്കൽ 1 minus tan x square. 1 minus 2 tan square x whole square. 1 minus tan square x the whole square മുകളിൽ വരും. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും എന്ന് പറഞ്ഞേ? 1 plus tan raised to 4x minus 2 tan. Minus 2 tan square x minus 4 tan square x. മേളിലോട്ട് വരുമ്പോ പ്ലസ് ആവോ? എടാ മുകളിലോട്ടൊന്നും പോണ്ട ബ്രോ. മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് മൈനസ് 4 ടാൻ സ്ക്വയർ എക്സും കൂട്ടി നീ എത്ര വരും? അത് അവിടെ എഴുതിയാൽ മതി. -6. ആ മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് പറഞ്ഞാൽ -6 ടാൻ സ്ക്വയർ എക്സ് അല്ലേ? മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് -6 ടാൻ സ്ക്വയർ എക്സ്. വേറെ ഒന്നുമില്ല കേട്ടോ. മുകളിലേക്ക് താഴ്ത്തേക്കൊന്നും പോകണില്ല. ഇനി കട്ട് ചെയ്ത് കളയാവുന്ന കട്ട് ചെയ്ത് കളയാം. ഈക്വൽ ടു എന്ത് കട്ട് ചെയ്ത് പോകും? എന്ത് വരും ആൻസർ? എന്ത് വരും തോമസേ? എന്നാ കട്ട് ചെയ്ത് പോവും? എടാ മുകളിലും താഴെ ഒരുപോലെ ഉള്ളതുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോകും. ഇവിടെ അങ്ങനെ എല്ലാം ഉണ്ടോന്ന് നോക്ക്. എക്സ് എന്താ ഏഞ്ചലേ? സ്ക്വയർ പോവും. ഏത് പോകുന്ന? സ്ക്വയർ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സിന്റെ സ്ക്വയർ പോവും. അപ്പൊ താഴെയോ? താഴെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് പോവും. അതായത് അപ്പൊ പറയേണ്ടത് എങ്ങനെയാ? സ്ക്വയർ പോകുന്നല്ല പറയേണ്ടത്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് കട്ടായി പോകുന്ന പറയേണ്ടത് അല്ലേ? മുകളിലും താഴെ ഒരു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് കട്ടായി പോകും. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് കട്ടായി പോകും. അപ്പൊ താഴെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്, മുകളിൽ ഇവിടെ 2 റൗണ്ട്, പിന്നെ ബാക്കി ഒരെണ്ണേ വരുള്ളൂ. അപ്പോൾ 4 tan x into 1 minus tan square x. 4 tan x into 1 minus tan square x divided by 1 minus 6 tan square x രണ്ടാമത് എഴുതിയെന്നുള്ളൂ കേട്ടോ. പ്ലസ് tan raised to 4x. ഇതാണ് ടെക്സ്റ്റ് കിടക്കുന്ന ആൻസർ. ഈക്വൽ ടു അതൊന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇത് വലിയ സംഭവമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ടാവും. ഒന്നുമില്ലാട്ടോ ഇതിനകത്ത്. ഒരു കാര്യമില്ല. സിമ്പിൾ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. വെറും സിമ്പിൾ കാൽക്കുലേഷൻ. tan 4x ആണ്. tan 4x ആദ്യം tan 2x മാറ്റും. tan 2x വീണ്ടും tan x മാറ്റും. അത് ആദ്യത്തെ 2 സ്റ്റെപ്പ് കൊണ്ട്, ആദ്യം എഴുതിയിരിക്കുന്ന 2 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾ +1 പഠിക്കുന്ന കാര്യം കഴിഞ്ഞു.
ആദ്യം എഴുതിയിരിക്കുന്ന വെറും 2 സ്റ്റെപ്പ് +1 പഠിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി മുഴുവൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സിംപ്ലിഫിക്കേഷൻ ആണ്. അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തതാണ് പ്രശ്നം. എഴുതിക്കേ, മനസ്സിലാക്കി എഴുതിക്കോ. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതുകൊണ്ട് ഞാൻ ആദ്യം എഴുതണ്ടെന്ന് പറഞ്ഞത്. തൽക്കാലം ഇവിടെ തൊട്ട് എഴുതി തുടങ്ങിക്കൊള്ളുക. മനസ്സിലാക്കി പയ്യെ എഴുതിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെയാണ് ചെയ്യാനുള്ളത്. മനസ്സിലാക്കി എഴുതി പോന്നാൽ മതി. എഴുതിക്കൊള്ളുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. മനസ്സിലാക്കി എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ പ്രോബ്ലംസ് ശരിക്കും ചെയ്യുക കേട്ടോ പിള്ളേരെ. പ്രോബ്ലംസ് ശരിക്കും ചെയ്യുക. അന്നേരം വരുന്ന സ്റ്റെപ്പുകൾ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇനി പറയാൻ അറിയില്ലാത്ത റിസൾട്ടുകളിലേക്ക് പോകാൻ പറ്റും. നമുക്ക് ഏതായാലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലെയും പുസ്തകം എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ വെച്ച് തറവാക്കി പൊക്കോളണം. ഇവിടെ വെച്ച് ചെയ്യുക. ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന കാൽക്കുലേഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവുക. വേറെ മാർഗമില്ല കേട്ടോ. നിങ്ങൾ ചെയ്യണേയില്ല, അതാണ് പ്രശ്നം. ബുക്ക് എടുത്ത് എഴുതുന്ന പരിപാടിയില്ല. രാത്രി കഴിഞ്ഞു. കഴിഞ്ഞോ? സെക്കൻഡ് കാണിക്കൂ. തുടക്കത്തിലത്തെ ഏതാ സെക്കൻഡ് സ്റ്റെപ്പ് ഒന്ന് കാണിക്കൂ. ഫസ്റ്റ് ആദ്യ ഭാഗമാണ് നീ ഉദ്ദേശിക്കണേ? ആ ശരി, ഒരു സെക്കൻഡ് കേട്ടോ. ഇവരൊന്ന് എഴുതി കഴിയട്ടെ കേട്ടോ. അന്ത പുറകോട്ട് പോവാം. ഇന്ന് തന്നെ ചെയ്തു നോക്കണം കേട്ടോ. കഴിഞ്ഞോ?
എന്താടാ അബ്ദുൽ ഫിഖറെ, പെട്ടെന്ന് ഒരാട്ടോ തിരുമ്പ്. ശരി, ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളുക. സിംപ്ലിഫിക്കേഷൻസും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തേ പഠിക്കുള്ളൂ കേട്ടോ. നേരത്തെ പഠിക്കേണ്ടതായിരുന്നു, സാധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി ഇത് ചെയ്യുക. ചെയ്യുമ്പോൾ വരുന്ന സംശയങ്ങൾ തീർത്ത് പഠിക്കുക, വേറെ മാർഗമില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 25 അല്ലല്ലോ, 24. ക്വസ്റ്റ്യൻ നമ്പർ 24 അത് കുറച്ചുകൂടെ എളുപ്പമാണ്. 24 വലിയ ബുദ്ധിമുട്ടില്ല, ഇതുപോലത്തെ സിംപ്ലിഫിക്കേഷൻ ഒന്നും വന്നില്ല. 24 cos 4x equal to 1 minus 8 sin square x cos square x. Cos 4x equal to 1 minus 8 sin square x cos square x ആണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ചെയ്തോളാം, ശ്രദ്ധിച്ചിരുന്നാൽ മതി. cos 4x equal to നേരത്തെ ചെയ്ത പോലെ തന്നെ. നമുക്ക് ഈ 4x ഒന്നും അറിയില്ല കേട്ടോ. നമുക്ക് ആകെപ്പാടെ 2x ഉം 3x ഉം അറിയാം, 4x ഒന്നും അറിയാൻ പാടില്ല. 2x ഉം 3x ഒക്കെ അറിയാമുള്ളൂ. എഴുതണ്ട, കണ്ടിരുന്നാൽ മതി, വെറുതെ കണ്ടിരുന്നാൽ മാത്രം മതി. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി. എങ്ങനെ എഴുതാം ഈ cos 4x-നെ? നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും ഇഷ? cos 4x-നെ നമുക്ക് അറിയാവുന്ന റിസൾട്ട്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസറിനകത്ത് എക്സ് ഉള്ളൂ കേട്ടോ. പ്രൂവ് ചെയ്യേണ്ട ആൻസറിനകത്ത് എക്സുകൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞ ഇഷ. cos 2 into 2x. ശരി, cos 2 into 2x നാക്കി. ഇത് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ഇത്രയും സാധനം എക്സിന് പകരം കേട്ടോ. ഇത്രയും സാധനം എക്സിന് പകരം അവിടെ കിടക്കട്ടെ, 2x. cos 2x എന്ന ഫോർമുലയിലേക്ക് മാറ്റിട്ടോ, cos 2x. ഇനി ഈ cos 2x-ന് നമ്മള്, നിങ്ങൾ ബുക്ക് പുറകോട്ട് മറക്കുക കേട്ടോ. cos 2x-ന് ഞാൻ 4 ഫോർമുല എഴുതി തന്നിട്ടുണ്ട്, ഇല്ലേ? cos 2x-ന് cos square x minus sin square x, 2 cos square x minus 1, 1 minus 2 sin square x, അതുപോലെ തന്നെ 1 minus tan square x by 1 plus tan square x. 4 ഫോർമുല എഴുതി തന്നിട്ടുണ്ട്. ഇനി ഇവിടെ അതിൽ ഏത് കൊടുക്കണം? ഞാൻ പറഞ്ഞു 4 ഫോർമുലയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം അനുസരിച്ചാണ് നമ്മൾ ഏത് ഫോർമുല കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും, ഞാൻ ചോദിക്കുന്നവർ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, എല്ലാവരും നോക്കി ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ഏതാണ് ഈ 4 എണ്ണത്തിനകത്ത് ഏതാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക. ഞാൻ ചോദിക്കുന്നവർ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്ക് കാര്യം ഇത് ചിന്തിക്കാൻ പറ്റണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. 4 എണ്ണത്തിന് 4 ഫോർമുല ഉണ്ട്, അതിനകത്ത് ഏതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? ഏതായിരിക്കും അനന്തു പി എം? നിന്റെ അഭിപ്രായം എന്താ? 2 cos square x minus 1. 2 cos square x minus 1 അതാണ് അനന്തു പി എമ്മിന്റെ അഭിപ്രായം. 2 cos square x minus 1. അതിനോട് യോജിക്കുന്നവരെന്ന് കൈവയ്ക്കി. രണ്ടുപേരേ ഉള്ളൂ കേട്ടോ, നിന്റെ കൂടെ 2 പേരേ ഉള്ളൂ. ശരി, ബാക്കിയുള്ളവർക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് നോക്കാം. മാഹിൻ ബി എസ്, നിന്റെ അഭിപ്രായം എന്താ? cos square x minus sin square x. cos square x minus sin square x. ശരി, മാഹിൻ ബി എസിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരെന്ന് കൈവയ്ക്കി. 1 2 3 4. ശരി, 4 പേരുണ്ട്. ഓക്കെ, സന എന്താ സന അഭിപ്രായം? cos square x by 2 minus sin square x by 2. ഒന്നുകൂടെ പറഞ്ഞേ. cos square x by 2 minus sin square x by 2. cos square x തന്നെ ആദില് പറഞ്ഞത്, മാഹിം പറഞ്ഞത്. അല്ല, 4 ഫോർമുലത്ത് ഏതാ ഇപ്പൊ സന പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ആദ്യത്തത് cos square x minus sin square x. cos square x minus sin square x. ശരി,
വേറെ എന്തെങ്കിലും അഭിപ്രായമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. വേറെ ഏതെങ്കിലും അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ പറയാം. ആദ്യത്തെ ഫോർമുലയും പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഫോർമുലയും പറഞ്ഞിട്ടുണ്ട്. 1ഉം 2ഉമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. വേറെ എന്തെങ്കിലും അഭിപ്രായമുള്ളവരുണ്ടോ? എന്താ ഹാമിനിക്ക് എന്താ തോന്നണേ? cos square x minus sin square x. ഒന്നാമത്തെ ഫോർമുല. ശരി, ഒന്നാമത്തെ ഫോർമുല. ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫോർമുലാസ് കണക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾ ഇന്ന് ചെയ്ത് കാണിച്ചത്, ഇന്ന് കാലത്ത് ചെയ്ത് കാണിച്ചതെന്നാണ്. ഒന്നാമത്തെ ഫോർമുലയിൽ നിന്ന് ഞാൻ രണ്ടാമത്തെ ഫോർമുലയിലേക്ക് വന്നായിരുന്നു. ഓർക്കണ്ടോ? ഒന്നാമത്തെ ഫോർമുലയിൽ നിന്ന് രണ്ടാമത്തെ ഫോർമുല എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഒന്നാമത്തെ ഫോർമുലയിൽ നിന്ന് മൂന്നാമത്തെ ഫോർമുലയും എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തന്നു. അതുകൊണ്ട് 1, 2, 3 ഏത് എഴുതിയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നും കറങ്ങാം. 1ൽ നിന്ന് നമുക്ക് 2ലേക്ക് വരാം, 2ൽ നിന്ന് തിരിച്ച് 1ലേക്ക് പോവാം, 1ൽ നിന്ന് 3ലേക്ക് വരാം. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ആ 3 ഫോർമുലാസും കണക്റ്റഡ് ആണ് കേട്ടോ. പക്ഷെ എനിക്ക് വേണ്ട ഉത്തരം കിട്ടിയില്ല. ആ മൂന്നാമത്തെ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1ഉം 2ഒക്കെ എഴുതാൻ കേട്ടോ. 1ഉം 2ഉം ഒക്കെ എഴുതിയിട്ട് ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. അതിനൊന്നും പ്രശ്നമില്ല. 1 എന്ന് പറഞ്ഞാൽ തെറ്റല്ല, സ്റ്റെപ്സ് കൂടും. 2 എന്ന് പറഞ്ഞാലും തെറ്റല്ല. പക്ഷെ ശരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല മൂന്നാമത്തെ ഫോർമുലയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്താ? മൂന്നാമത്തെ ഫോർമുല എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യണേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ട്രിഗണോമെട്രിക്കകത്ത് പ്രൂവ് ദാറ്റ് എന്നാണെങ്കിൽ, പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. പ്രൂവ് ദാറ്റ് എന്നാണ് പറഞ്ഞെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആൻസറിലേക്ക് നോക്കണം. ആൻസർ എങ്ങനെയാണ് കിടക്കുന്നത്? ആൻസർ എങ്ങനെയാണ് കിടക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിയ പിള്ളേരെ, ആൻസർ കിടക്കുന്നത് 1 മൈനസ് എന്നല്ലേ? കണ്ടോ? പ്രൂവ് ചെയ്യാനുള്ള ആൻസർ കിടക്കുന്നത് 1 മൈനസ്. കണ്ടോ നിങ്ങള്? 1 മൈനസ്. അപ്പൊ നമുക്ക് 1 മൈനസ് എന്ന് വന്നേക്കുന്ന ഫോർമുല ഏതാ? അതേ സ്റ്റൈലിൽ നമുക്ക് വന്നേക്കുന്ന ഫോർമുല ഏതാ? മൂന്നാമത്തെ ഫോർമുല അല്ലേ? നിങ്ങൾക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. ട്രിഗണോമെട്രിയുടെ ആൻസറുകളിലേക്ക് അല്ലെങ്കിൽ പ്രൂഫിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയല്ല, കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണം. ആൻസറിലേക്ക് നോക്കണം. എന്താണ് ആൻസർ കിട്ടേണ്ടത്? ഈ ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആ രീതിയിൽ ചിന്തിക്കണം. എന്നാലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ ക്വസ്റ്റിന്റെ ആൻസറിനകത്ത് 1 മൈനസ് എന്നാണ് കിടക്കുന്നത്. ഈ 1 മൈനസിലേക്ക് പരിചിതമായ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അതേ രൂപത്തിലുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. മറ്റേ ഫോർമുല ഉപയോഗിച്ചാലും നമുക്ക് എത്താം കേട്ടോ. മറ്റേ ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് എത്താം. അപ്പോൾ സ്റ്റെപ്സ് കൂടും, സബ്സ്റ്റിറ്റ്യൂഷൻസ് കൂടും. കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അത്രയ്ക്കൊന്നും ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് അറിയാം 1 മൈനസ് ആണ് കിടക്കുന്നത്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതിന്റെ എളുപ്പം കാണുമ്പോൾ മനസ്സിലാവും. എന്താ ഫോർമുല എന്ന് പറഞ്ഞേ? 1 മൈനസ് എന്താ ഗൗരി ഫോർമുല? cos 2x equal to cos 2x equal to 1 minus 2 sin square x. 1 minus 2 sin square x. cos 2x equal to 1 minus 2 sin square x. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ cos 2 into 2x equal to എന്ത് വരും? cos 2 into 1 minus 2 into 1 minus 2 sin square x. 1 minus 2 sin square x പറഞ്ഞാൽ cos 2x അല്ലേ? നമുക്കിവിടെ cos 2x അല്ലല്ലോ, cos 4x അല്ലേ? cos 2 into 2x അല്ലേ? ആ 2x ന്റെ പ്ലേസിൽ 1 minus 2 sin square x. ഞാൻ ചോദിക്കുന്നത് cos 2x ആണെങ്കിൽ 1 minus 2 sin square x നമ്മൾ പഠിച്ച റിസൾട്ട്. നമുക്ക് ഇവിടെ എഴുതേണ്ട ഏതാണ്? ഇവിടെ cos 2 into x അല്ലല്ലോ, 2x അല്ലേ? cos 2 into 2x അല്ലേ കിടക്കുന്നത്. അപ്പൊ എന്ത് വരും? 2x ന്റെ പ്ലേസിലല്ലേ സർ മാറ്റം വന്നുള്ളൂ. 1 minus 2 sin square x ആഡ് ചെയ്യും. 1 minus 2 sin square x അല്ലെന്നേ. ഇതെങ്ങനെ നിങ്ങൾ തെറ്റിക്കട്ടെ ഇത്ര നിസ്സാര കാര്യങ്ങള്? 1 minus 2 sin square x. cos 2x ആണ്. ഇവിടെ x ആണെങ്കിൽ ആൻസറിൽ x. ഇവിടെ x അല്ലല്ലോ, ഇവിടെ 2x അല്ലേ?
cos 2x 1 minus 2 sin square x. ഇവിടെ cos 2 into 2 ഇത് x-ന് പകരം 2x അല്ലേ ഇവിടെ കിടക്കുന്നത്. x-ന് പകരം 2x നമ്മൾ ആൻസർ എന്ത് വരും? 1 minus 2 sin square 2x. 1 minus 2 sin square 2x. ഇതിനകത്ത് എന്താ ബുദ്ധി വേണ്ടേ? യാതൊരു ബുദ്ധിയും പ്രയോഗിക്കാനുള്ള സാധനമില്ലല്ലോ. എക്സിന്റെ ഫോർമുല അറിയാം. എക്സിന് പകരം 2x ആണ്. അപ്പൊ എക്സിന് പകരം 2x കൊടുക്കുക. 1 minus 2 sin square 2x എന്ന് വരും. 1 minus 2 sin square 2x equal to 1 minus 2. ഈ sin square 2x-നെ sin 2x-ന്റെ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. രണ്ടും ഒന്നാണ്. sin square 2x എന്ന് പറഞ്ഞാൽ sin 2x-ന്റെ സ്ക്വയർ ആണ്. ഈക്വൽ ടു 1 minus 2. നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താന്ന് നോക്കിയേ. ആൻസർ കിട്ടേണ്ടതിനകത്ത് sin x-ഉം cos x-ഉം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ sin 2x-ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, sin 2x-ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്ന് ആദ്യം എഴുതിയിട്ടുണ്ട്. എന്താ sin 2x? എന്താ ഇങ്ങനെ sin 2x-ന് ഒരു എന്ത് കൊടുക്കാം? sin 2x-ന് പകരം ഇന്ന് പഠിച്ച sin 2x equal to മറച്ചു നോക്കി പറ കൊച്ചെ. അറിയില്ലെങ്കിൽ മറച്ചു നോക്കിയിട്ട് പറ. sin 2x equal to എന്താന്ന് പറഞ്ഞു തന്നേക്കുന്നത്? 2 tan x by 1 plus tan square x. അതിന് മോളെ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട ആൻസർ ടാനിന്റെ ടൈമിലാണോ? അല്ല സർ, കോസിന്റെ അല്ല. കോസും സൈനും അല്ലേ കിടക്കണത്. അപ്പൊ പിന്നെ ടാൻ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത എന്തേന്നേ? നിങ്ങൾ സാമാന്യ ബുദ്ധി പ്രവർത്തിക്കട്ടെ. നമുക്ക് കിട്ടാനുള്ള രീതി കിട്ടണം. പറയുന്ന റിസൾട്ടുകൾ ശരിയായിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. നമുക്കിവിടെ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിലേക്ക് എത്തണം. അപ്പോൾ sin 2x-ന് വരെ എന്ത് കൊടുക്കാം? സാർ ഞാനത് എഴുതിയിട്ടില്ല. എന്താണ് എഴുതാത്തെ? ഇന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നല്ലോ അത്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. ക്രിസ്മസിന്റെ ഇതായതുകൊണ്ട് റെക്കോർഡ് ക്ലാസ് കേൾക്കാനും സമയം കിട്ടിയില്ല. പറഞ്ഞ സന, എന്താണ് റിസൾട്ട്? 2 sin x sin 2x cos sin 2x equal to 2 sin x cos x. sin 2x equal to 2 sin x cos x the whole square എന്നാകും. sin 2x-ന് വരും 2 sin x cos x equal to 1 minus 2 into ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2-ന്റെ സ്ക്വയർ 4, sin x-ന്റെ സ്ക്വയർ sin square x, cos x-ന്റെ സ്ക്വയർ cos square x. This is equal to 1 minus 2 into 4 8 ആവും. 8 sin square x cos square x. 1 minus 8 sin square x cos square x. കംപ്ലീറ്റ് ചെയ്തോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. കംപ്ലീറ്റ് ആവുന്നവർ ലീവ് ചെയ്തോളുക. വൈകിട്ടത്ത് വരുമ്പോൾ റിസൾട്ടുകൾ അറിയാതിരിക്കണം കേട്ടോ. വൈകിട്ട് പറയുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതല്ല, ഈ കാലത്ത് പഠിച്ചിരിക്കുന്ന റിസൾട്ടുകൾ എല്ലാം അറിയാതിരിക്കണം. റിസൾട്ട് പഠിക്കാണ്ട് എന്താണെന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. വൈകിട്ട് വരുമ്പോൾ ഇത്ര റിസൾട്ടുകൾ അറിയാതിരിക്കണം. കഴിഞ്ഞവർ ലീവ് ചെയ്തോ. എഴുതി കഴിഞ്ഞവർ ലീവ് ചെയ്തോളൂ കേട്ടോ. എഴുതി കഴിഞ്ഞാൽ സംശയമില്ലെങ്കിൽ ലീവ് ചെയ്തോളുക. താങ്ക് യു സാർ. വൈകിട്ട് വരുമ്പോ പഠിച്ചിട്ടുണ്ടാവണം റിസൾട്ടുകൾ.